മധു കൊട്ടാരക്കര കൂടി ചേരുന്നു. അമേരിക്കൻ മധു, യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ഒരു സാവകാശം എടുക്കാനുള്ള ട്രംപിന്റെ തന്ത്രമാണിതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാട് കൂടുതലാണ്. അപ്പം ഈ ശരിക്കും വാൾ സ്ട്രീറ്റ് ജേണലിൽ ഇത്തരം ഒരു കാര്യം ഈ വെള്ളിയാഴ്ച ഈ പടക്കപ്പൽ എത്തുന്ന ഒരു സമയം വരെ സാവകാശം തേടുകയാണ് എന്നുള്ള രീതിയിൽ വാൾ സ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധപ്പെടുത്തിയെന്ന വിവരം ഉണ്ട്. അമേരിക്കയിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇത് സംബന്ധിച്ച് നമ്മൾ തന്നെ ഇതിന്റെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാർഗൈലിന്റെ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ നേതൃത്വം വരികയും അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാകുകയും കാർഗൈലിന്റെ അമേരിക്കൻ നിയന്ത്രിതം അല്ലെങ്കിൽ ഹോർമൂസ് കടലിലും ട്രംപ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇറാനും അമേരിക്കയ്ക്കും സംയുക്തമായിട്ട് നിയന്ത്രണമുള്ള ഒരു ഹോർമൂസ് കടലെടുക്കും ട്രംപിന്റെ ഭാവനയിലുണ്ട്. അതുകൊണ്ട് ഇത് എത്രത്തോളം സാധിക്കാൻ വേണ്ടി ട്രംപ് നേരത്തെ പി ജെയിംസ് പറഞ്ഞതുപോലെ ഒരു സാവകാശം വാങ്ങാൻ വേണ്ടി ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അനൗദ്യോഗിക ചർച്ചകൾക്ക് വേണ്ടി ഇറാൻ നിർബന്ധം പിടിച്ചതായിരിക്കും ഈ 5 ദിവസത്തെ. ഇതിൽ ഏതെങ്കിലും ഒന്നാകാനാണ് ശരിയാകാൻ സാധ്യത. പക്ഷേ ഈ പാകിസ്ഥാൻ സമാധാനത്തെ ചർച്ചകൾക്കുള്ള വേദി എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമാണ്. നേരത്തെ പി ജെയിംസ് പറഞ്ഞ സൗദിയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും, അതുമാത്രമല്ല ഇറാന്റെ അതിർത്തി കടന്നുള്ള ആക്രമണം പാകിസ്ഥാന് എന്നും ഒരു തലവേദനയാണ്. അതുകൊണ്ട് ഇത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന രാജ്യങ്ങളിലെ ഒന്നായിട്ട് പാകിസ്ഥാൻ അടുത്ത കാലത്തായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപ് പാകിസ്ഥാൻ വഴി ഒരു ശ്രമം നടത്തുന്ന ആണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതേപ്പറ്റി വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല ഞായറാഴ്ച അദ്ദേഹം ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.